ചേട്ടന്മാർ എനിക്ക് പുതിയ സ്ക്രീനിങ് രൺവീർ സിംഗിന്റെ കൂടെ ധുരേന്ദ്ര 2 ഞാൻ കണ്ടിട്ട് എന്ത് പറയാനാ ഗൈസ്. ഞാൻ വിചാരിച്ചു പോകണ്ടെന്ന്, പിന്നെ രൺവീർ വിളിച്ചാണ് ഞാൻ പിന്നെ മില്യൻസ് സ്പെൻഡ് ചെയ്തിട്ട് ഞാൻ വന്നേ. ഇന്ന് കുറച്ച് പൈസ വേണോ ഗൈസ്? വെച്ചോ. രൺവീർ സിംഗ് വന്നത്? യെസ്. അതല്ല, പക്ഷെ നീ അല്ല, ഞാൻ ഒരു സ്പെഷ്യൽ സ്ക്രീനിങ് ആയിരുന്നു ഗൈസ്. പറയാൻ പറ്റില്ല. ലയാരി കണ്ടായിരുന്നു, അത് അവിടെയാ ഷൂട്ട് ചെയ്തേ. ലയാരി മറ്റേ ഇന്ത്യ ബോർഡറില് മറ്റേ ആ സൈഡ് മലമേൽ ബീച്ചൊക്കെ ഉള്ളത് ബീച്ചിന്റെ അടുത്തായിരുന്നു ഷൂട്ടിംഗ്. ഞാൻ പോയായിരുന്നു ഷൂട്ടിങ്ങിന്. മോനെ, ലാസ്റ്റ് ദുൽഖറിന്റെ എൻട്രൻസ് എങ്ങനെ ഉണ്ടായിരുന്നു? ക്യാമിയോ ദുൽഖർ പൊളിച്ചു. ദുൽഖർ ഇങ്ങനെ സ്ലോ മോഷനിൽ വന്നപ്പോ എന്റെ സീരിയസ്നെസ് കൂടി. എന്താണെന്നറിയോ, ഞാൻ ദുൽഖറിന്റെ ഭയങ്കര ഫാനാണ്. മമ്മൂട്ടി എന്നെ കുറെ പ്രാവശ്യം വിളിച്ചാൽ ഞാൻ പോയില്ല. പക്ഷെ കോമഡി ഫിലിമാന്ന് കേട്ടു, അതെങ്ങനെ ഉണ്ടായിരുന്നു? തമാശ കുറച്ച് ഇംപ്രൂവ്മെന്റ് വേണമായിരുന്നു, പക്ഷെ ഞാൻ പ്രൊഡ്യൂസ് ചെയ്ത് കാരണം എനിക്ക് കുറച്ച് ഡീസൻസി കാണിക്കണം. ഞാൻ കുറച്ച് മില്യൻസ് ഗൈസ്, ഞാൻ ഒരു ഫിലാന്ത്രോപ്പിസ്റ്റ് ആണ്. അതുകൊണ്ട് ഞാൻ ഈ വൈൽഡ് ലൈഫ് സാങ്ച്വറീസിനൊക്കെ സേവ് ചെയ്യാൻ വേണ്ടിട്ട് ഞാൻ ആ പൈസ കൊടുത്തായിരുന്നു. പൃഥ്വിരാജ് ഉണ്ടായിരുന്നില്ലേ അതില്? പൃഥ്വിരാജിനെ ഞാൻ വിളിച്ചായിരുന്നു. ലൂസിഫറായിട്ട് ക്രോസ് ഓവർ അല്ലേ? പിന്നെ മോഹൻലാൽ ഇങ്ങനെ സൈഡ് ആയിട്ട് ഇങ്ങനെ ഷോൾഡർ അയൺമാൻ ആയിട്ട് വന്നു അതില്. അവെഞ്ചേഴ്സ് ഉണ്ടല്ലോ അതില്. അവെഞ്ചേഴ്സ് ഉണ്ട് ഗൈസ്, ഉണ്ട്. ഞാനൊരു ഐമാക്സ് തിയേറ്ററിലാണ് ഞാൻ പോയി കണ്ടേ. ഒരു മിനിറ്റ് പൈസ കൊടുത്തോ? പൈസ അവിടെ നിന്നായിരിക്കും. പ്രൊഡ്യൂസറിന് പൈസ ഇരിക്കണ്ടേ? അല്ല, നിങ്ങൾ കുറച്ച് റൺവീർ സിംഗിന് കൊണ്ട് കൊടുക്കുക. റൺവീർ സിംഗിന് പൈസ കുറവാന്നാ കേട്ടത്. നീ കൊണ്ട് വെച്ചു കൊടുത്തു, ഒരു 100 രൂപ വെച്ചു കൊടുത്തു. ഇപ്പൊ അങ്ങോട്ട് വരാം. എടാ, നീ കണ്ടോ ഐമാക്സ് തിയേറ്റർ അല്ലേ? പോയി 3 റിലീസ് ഞാൻ വിളിക്കാം. വേണ്ട. Guys,